നമ്മൾ ഇതുവരെയും പരിചയപ്പെട്ടുള്ള ക്രെഡിറ്റ് കാർഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് 3 കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. കോ ബ്രാൻഡഡ് എന്താണ് ഇങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ്? ഇത് ഒട്ടുമിക്കർക്കും അറിയില്ല. നമ്മൾ ഒരു പ്രത്യേക സർവീസ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അവരിൽ നിന്നും നമുക്ക് കൂടുതൽ ഓഫറുകൾ, റിവാർഡുകൾ, ഇങ്ങനെ പല കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകൾ അതാത് ബ്രാൻഡുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ക്രെഡിറ്റ് കാർഡുകൾ പുറത്തിറക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വിമാനത്തിൽ കൂടുതൽ സഞ്ചരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഓഫർ കിട്ടേണ്ടത് ശരിക്കും എയർലൈൻ ടിക്കറ്റുകൾ എടുക്കുന്ന സമയത്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എയർലൈൻസുമായിട്ട് സഹകരിച്ചുകൊണ്ട് പല ബ്രാൻഡുകളും, അത് പല ബാങ്കുകളും ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡ് ഇറക്കുന്നുണ്ട്. അതുപോലെ റെയിൽ ടിക്കറ്റ്, ഫ്യൂവൽസ്, ഇങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഇത്തരത്തിൽ വാഹനം ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള 3 കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകളാണ്. അത് ഒന്ന് SBIയുടേത്, മറ്റൊന്ന് ആക്സിസ് ബാങ്കിൻ്റെത്, മൂന്നാമത്തേത് IDFC ബാങ്കിൻ്റെ. അങ്ങനെ 3 ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഈ ക്രെഡിറ്റ് കാർഡുകളെല്ലാം തന്നെ നമുക്ക് എല്ലാ ബ്രാൻഡുകളുടെയും ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഉദാഹരണം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, അല്ലെങ്കിൽ ഭാരത് പെട്രോളിയം, ഇങ്ങനെ 3 എണ്ണമാണല്ലോ നമ്മുടെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. ഈ 3 പേർക്ക് വേണ്ടിയിട്ടും ക്രെഡിറ്റ് കാർഡുകൾ ഇറക്കുന്നത് 3 വ്യത്യസ്ത ബാങ്കുകളാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആക്സിസ് ബാങ്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ട് ടൈപ്പ് ആയിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ആ ഒരു പെട്രോൾ ബാങ്കിൽ ഉപയോഗിച്ചാലാണ് നമുക്ക് ഓഫറുകൾ ലഭിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട, അതായത് ആക്സിസ് ബാങ്കിൻ്റെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ആ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണങ്ങളെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് 100% ക്യാഷ് ബാക്ക് ആണ് പറയുന്നത്. ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ 100% ക്യാഷ് ബാക്ക് എന്ന് കേട്ടിട്ട് നമ്മൾ 1000 രൂപയ്ക്ക് പോയിട്ട് പെട്രോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല. പരമാവധി 250 രൂപ വരെയുള്ള ബില്ലുകൾക്കാണ് 100% ക്യാഷ് ബാക്ക് കിട്ടുന്നത്. അത് ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിയവർ അത് ഉപയോഗിച്ചിരിക്കണം. ഇനി മറ്റൊന്ന്, റിവാർഡ് പോയിന്റുകളാണല്ലോ ക്രെഡിറ്റ് കാർഡുകൾ നമ്മൾ എടുക്കാൻ കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഒരു ഘടകം. ആ റിവാർഡ് പോയിന്റുകൾ തന്നെ സാധാരണ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു റിവാർഡ് പോയിന്റ് ഒക്കെയാണ് പലരും തരാറുള്ളത്. എന്നാൽ ഇവിടെ ഈ IOCLൻ്റെ, അത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ആ ഒരു പെട്രോൾ ബാങ്കിൽ പോയിട്ട് നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ, അതും ആക്സിസ് ബാങ്കിൻ്റെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് 20 റിവാർഡ് പോയിന്റ് ഇത് ലഭിക്കും. അപ്പോൾ ഈ റിവാർഡ് പോയിന്റ് ഒക്കെ പിന്നീട് നമുക്ക് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളായിട്ടൊക്കെ റിഡീം ചെയ്യാനും സാധിക്കും. ഫ്യൂവൽ സർചാർജ് അവർ 1% നമുക്ക് റിട്ടേൺ തരുന്നുണ്ട്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടും ഈ ഒരു കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഇനി പിന്നെ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അവരുടെ നെറ്റ്വർക്ക് ഹോട്ടലുകളിൽ നമുക്ക് 20% ഡിസ്കൗണ്ടും ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇനി ഇത് ആർക്കൊക്കെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുമെന്ന് നോക്കാം. നിങ്ങൾ സാലറീഡ് ആണെങ്കിൽ 15,000 രൂപ സാലറി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. ഇനി നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ 30,000 രൂപയെങ്കിലും നിങ്ങൾക്ക് മാസ വരുമാനം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള 21-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. പിന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് ജോയിനിങ് ഫീ ഉണ്ട്, അതുപോലെ ആനുവൽ ഫീയും ഉണ്ട്. 500 രൂപ വീതമാണ് അത് ഈടാക്കുന്നത്. നിങ്ങൾ ഒരു വർഷത്തിൽ ഒരു 1.5 ലക്ഷം രൂപയൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവരത് നിങ്ങൾക്ക് തിരികെ തരികയും ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കൂടി ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആക്സിസ് ബാങ്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനായിട്ടാണ് ടൈപ്പ് ആയിരുന്നെങ്കിൽ, ഇനി SBIയുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ SBI ഇവിടെ ഭാരത് പെട്രോളിയമായിട്ടാണ് ടൈപ്പ് ആയിരിക്കുന്നത്. അപ്പോൾ ഭാരത് പെട്രോളിയത്തിൻ്റെ ബംഗിളിൽ നിന്നും ആ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഫില്ല് ചെയ്യുന്നവർക്കാണ് ഇത്തരത്തിലുള്ള കാർഡുകൾ ഉപകാരപ്രദമാകുക. ഇവരുടെ പ്രധാന ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നതിന് 4.2% വാല്യൂ ബാക്കും, അതുപോലെ ആ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നതിന് ഒരു മാസം പരമാവധി 1300 റിവാർഡ് പോയിന്റ് എന്ന രീതിയിൽ 13 ഇരട്ടി റിവാർഡ് പോയിന്റുകളാണ് ഓഫർ ചെയ്യുന്നത്. ഇത് കൂടാണ്ട് നിരവധി കാര്യങ്ങൾക്ക് മറ്റു ഓഫറുകളും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഗ്രോസറി ഒക്കെ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ഓരോ 100 രൂപയ്ക്കും 5 ഇരട്ടി റിവാർഡ് പോയിന്റ് എന്ന രീതിയിൽ കിട്ടും. ഈ റിവാർഡ് പോയിന്റ് ഒക്കെ തന്നെ നമുക്ക് SBIയുടെ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള വൗച്ചറുകളായിട്ട്, ഇപ്പോൾ ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന്, അങ്ങനെ പലതിൽ നിന്നൊക്കെ നമുക്ക് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഈ SBIയുടെ കാർഡിന് മറ്റൊരു പ്രധാന ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകൾ വാങ്ങാൽ, അതും പ്രത്യേകിച്ച് സെയിൽസ് സമയത്ത്. ഈ സെയിൽസ് സമയത്തൊക്കെ തന്നെ SBIയുടെ കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലൊരു ഉപകാരപ്രദമായ ഒരു കാർഡാണ് SBIയുടെ ഈ ഒരു BPCLൻ്റെ കാർഡ് എന്ന് പറയാം നമുക്ക്. പിന്നെ SBIയുടെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് അവർ ജോയിനിങ് ഫീ വാങ്ങുന്നുണ്ട്. അത് 500 രൂപയാണ് വാങ്ങുന്നത്. ആ 500 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള റിവാർഡ് പോയിന്റ് നമുക്ക് അവർ 2000 റിവാർഡ് പോയിന്റ് തരുന്നുമുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് 500 രൂപയായിട്ടുള്ള വൗച്ചറൊക്കെ ആയിട്ട് നമുക്ക് റിഡീം ചെയ്തെടുക്കാം. അപ്പോൾ ഫലത്തിൽ അവിടെ 0 ആണ്. പിന്നെ മറ്റൊന്ന് തന്നെയല്ല, നമ്മൾ ഒരു വർഷത്തിലൊരു 1.5 ലക്ഷം രൂപയൊക്കെ ഫിനാൻഷ്യൽ ഇയർലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ ആ ആനുവൽ ഫീയും കുറച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു SBIയുടെ കാർഡ് പക്ഷേ കിട്ടണമെന്നുണ്ടെങ്കിൽ 25,000 രൂപയെങ്കിലും സാലറി വേണം.
ആ ഒരു സാലറി ഉള്ളവർക്ക് അല്ലെങ്കിൽ സ്വയം തൊഴിലായിട്ടാണെങ്കിലും നിങ്ങൾക്ക് 25,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് കിട്ടുക. അത് മാത്രമല്ല 23 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വരിക. മറ്റേത് 21 വയസ്സായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു SBIയുടെ ക്രെഡിറ്റ് കാർഡ് താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് ലിങ്കുകൾ ഞാനിവിടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡുകൾ ഏതെടുത്ത് കഴിഞ്ഞാലും ഏകദേശം കോമൺ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടി വരിക. അതായത് നമ്മുടെ ഫോട്ടോ കൊടുക്കണം, നമ്മുടെ ID പ്രൂഫ് കൊടുക്കണം, പിന്നെ നമ്മുടെ പാൻ കാർഡിൻ്റെ കോപ്പി എടുക്കണം. ഇത് കൂടാതെ നമ്മുടെ വരുമാനം തെളിയിക്കുന്നതിനുള്ള പ്രൂഫുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി മൂന്നാമത്തേത് IDFCയുടെ ഫസ്റ്റ് പവർ പ്ലസ് എന്ന് പറയുന്ന കാർഡാണ്. വളരെയധികം ഓഫറുകളൊക്കെ ഉണ്ട്, പക്ഷേ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാർഡാണ്. ഇവർ ടൈപ്പ് ആയിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ആയിട്ടാണ്. അപ്പോൾ ഇവരുടെ മെയിൻ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ 6.5% ക്യാഷ് ബാക്കാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാർഡ് കിട്ടി നമ്മൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫ്യൂവൽ ഫില്ല് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് 500 രൂപ ക്യാഷ് ബാക്കും അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ജോയിനിങ് ഫീ ആയിട്ട് എന്തായാലും ഇതിനൊക്കെ തന്നെ നമ്മൾ 500 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഇത് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജോയിനിങ് ഫീ അവിടെ 0 ആയിട്ട് നമുക്ക് ഇതിൽ ലഭിക്കും. പിന്നെ നമ്മൾ ഓൺലൈൻ ഷോപ്പുകളിൽ നിന്നൊക്കെ ഗ്രോസറി ഒക്കെ വാങ്ങുകയാണെങ്കിൽ 5% നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്ക് മൈ ഷോ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം 100 രൂപ ഓരോ മാസവും ഇതിൽ ഡിസ്കൗണ്ട് ലഭിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുണങ്ങൾ IDFCയുടെ ഒരു കാർഡിനുണ്ട്. ഇനി ഭക്ഷണപ്രിയർക്കും നല്ലൊരു കാർഡാണ് ശരിക്കും ഈ IDFCയുടെ ഫ്യൂവൽ കാർഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വിഗ്ഗിയിൽ നിന്നൊക്കെ ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ മിനിമം 500 രൂപയ്ക്കാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ 150 രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. പിന്നെ ഇത് കൂടാണ്ട് നിങ്ങൾ സൂം കാറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 500 രൂപ നിങ്ങൾക്ക് അവിടെ ഓഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓഫറുകളൊക്കെ ഉള്ള മികച്ചൊരു കാർഡാണ് IDFCയുടേത്. ഇനി ഈ കാർഡ് കിട്ടാൻ വേണ്ട യോഗ്യതകൾ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാലറിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപ വരുമാനം വേണം, എന്നാൽ മാത്രമേ ഈ ഒരു കാർഡ് ലഭിക്കുകയുള്ളൂ. ഇനി IDFCയുടെ ഈ ഒരു കാർഡ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആനുവലി 5 ലക്ഷം വരുമാനം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു കാർഡ് തരുള്ളൂ. അതുപോലെ തന്നെ വയസ്സിൻ്റെ കാര്യത്തിലും 2 കണ്ടീഷൻ ഉണ്ട്. അതായത് നിങ്ങൾ സാലറീഡ് ആണെങ്കിൽ 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് അവർ ക്രെഡിറ്റ് കാർഡ് തരും. അതേസമയം സെൽഫ് എംപ്ലോയിഡ് ആണ് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ 5 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വയസ്സ് 23 ആവാതെ ഇവർ ക്രെഡിറ്റ് കാർഡ് തരില്ല. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ID കാർഡ്, നമ്മുടെ ഫോട്ടോ, പിന്നെ നമ്മുടെ പാൻ കാർഡിൻ്റെ കോപ്പിയും അതുപോലെ വരുമാനം തെളിയിക്കുന്ന ആ ഒരു ഡോക്യുമെൻറ്റും കൊടുക്കണം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനാൽ നിങ്ങൾക്ക് ഇതിനും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 3 ഫ്യൂവൽ കാർഡുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത് ഏത് ബ്രാൻഡിൻ്റെയാണ്? ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ആണോ, അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണോ, അല്ലെങ്കിൽ ഭാരത് പെട്രോളിയം ആണോ? ഇതിൽ ഏതാണ് എന്ന് നോക്കി നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂടി ഉപയോഗിക്കാം. ഒപ്പം മറ്റു ഓഫറുകളും ജോയിനിങ് ഫീ ഒക്കെ നോക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലാസ്റ്റ് പറഞ്ഞ IDFCയുടെ ക്രെഡിറ്റ് കാർഡിനും നമുക്ക് 499 രൂപ ജോയിനിങ് ഫീ ഉണ്ട്, അതുപോലെ ആനുവൽ ഫീ ഉണ്ട്. പക്ഷേ അവർ തരുന്ന ആ ഓഫറുകൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ഫലത്തിൽ 0 ആക്കി എടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഒരു സാമ്പത്തിക വർഷം നിങ്ങൾ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെയെങ്കിലും ആ ഒരു ട്രാൻസാക്ഷൻ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നടത്തുകയാണെങ്കിൽ, ബ്രാൻഡുകളുടെ ഒക്കെ തന്നെ കാർഡ് ഉപയോഗിച്ച് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ ഈ ആനുവൽ ഫീ എന്നുള്ളത് അത് കുറച്ച് തരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കാർഡാണ് വേണ്ടതെന്ന് അനുസരിച്ചിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ 3 വ്യത്യസ്ത ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. 3നും സെപ്പറേറ്റ് ലിങ്കാണ്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ യോഗ്യതകൾ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വ്യത്യസ്തമായിട്ടുള്ള 3 ഫ്യൂവൽ കാർഡുകളുടെ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായി എന്ന് വരുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.